സൂപ്പർ റീമിംഗ് 4K അറ്റ്മോസ് സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി സൂപ്പറായിട്ട് അടിപൊളി മേക്കിംഗ്. ഈ ലെവലിൽ കാണാൻ പറ്റുന്ന നമുക്ക് വളരെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നി. കാരണം എന്താ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കണ്ട അതല്ല. അറക്കൽ മാധവനുമായിട്ട് മമ്മൂക്കണി ഗംഭീര വേഷമാണ്. പറയൽ പാടം ഗംഭീരമായിട്ട് 24 വർഷത്തിന് ശേഷം ഗംഭീര സിനിമ. 5 വയസ്സുള്ളപ്പോഴേ മമ്മൂക്കാണ് എന്താ ഇപ്പൊ ഞാൻ വാൾപേപ്പർ കാണിച്ചാൽ അതെ ഞാൻ കട്ട ഫാന്. അതേ കണ്ട മമ്മൂക്കയുടെ അടുത്ത പടത്തിനുള്ള പോസ്റ്ററാണ് ബസൂക്കാന്ന് പറയും. എന്താന്ന് അറിയാൻ പാടില്ല, സൂപ്പർ പടം. എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇക്കാണ് ഇക്ക മമ്മൂക്കാക്ക് സൂപ്പർ. ഗംഭീരം പറയണ്ടല്ലോ. നേരത്തെ നമ്മൾ കണ്ടതല്ലേ, നമ്മൾ തിയേറ്ററിലും ടി വിയിലും കണ്ട പോലെയല്ല, പുതിയതായിട്ട് കാണുന്ന അനുഭവമായിരുന്നു മമ്മൂക്കാടെ. എന്തായാലും ഒരുപാട് പേര് മിസ് ചെയ്തു. നമ്മുടെ മണിച്ചേട്ടനെ മിസ് ചെയ്തു, ക്യാപ്റ്റൻ രാജേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ വിട്ടുപിരിഞ്ഞ സുകുമാരി ചേച്ചി, ഇവരെയൊക്കെ മിസ് ചെയ്തു. എന്തായാലും അറക്കൽ മാധവനുണ്ണി മമ്മൂക്ക അറിയാം പൊളി. എന്തായാലും എല്ലാവരും വന്നു. മമ്മൂക്ക ഫാൻസൊക്കെ ഉണ്ട്. ഗംഭീരം പുതിയ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് വിഷ്വലൊക്കെ അടിപൊളിയായിട്ട് നല്ല ഗംഭീരമാണ്. അടിപൊളി. രോമാഞ്ചം തന്നെയാണ് ഇപ്പോഴും. ഞാനത് തിയേറ്ററിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാനത് ഇറങ്ങിയ സമയത്ത് 3 വയസ്സേ ഉള്ളൂ. ഭയങ്കര രോമാഞ്ചം. അന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. അന്ന് കണ്ട അതേ ആവേശവും അതേ മ്യൂസിക്കും. പിന്നെ രാജാമണി സാറിനെയൊക്കെ നമ്മളിപ്പോൾ തൊഴുന്ന്. അത്രയും നല്ല ആറാറാണ്, ഗംഭീര ആറാറ് പരിപാടി. എന്താ പറയുക, അന്ന് കണ്ട അതേ ആവേശത്തിലാണ് ഞങ്ങൾ ഭയങ്കര ഉള്ളിൽ കിടന്ന് കൈയടിയും ബഹളവും ഓരോ പഞ്ചിനും കൈയടിയായിരുന്നു. അടിപൊളിയായിരുന്നു. എടാ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് പോയടാ. മമ്മൂക്കൊക്കെ ഞാൻ പറയണോ, ലോകത്തിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫാനായതുകൊണ്ടും ആ സിനിമ അന്ന് അത് അത്ര ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്. അതുകൊണ്ട് ഇന്നും വന്ന് കാണാൻ വന്നു. ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കാണണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അന്ന് നടന്നില്ല, ഇന്ന് നടന്നു. സെയിം ഫ്രഷ്നസ്, ഒരു സെക്കൻഡിലാകിയില്ല, പൊളിച്ചടുക്കിയില്ലേ. നല്ല രസമുണ്ട്. എല്ലാവരും കണ്ടില്ലേ? ആ നന്നായിട്ടുണ്ട്. നല്ല രസമുണ്ടൊക്കെ അടിപൊളിയാ. വിഷ്വലി ഒക്കെ നന്നായിട്ടുണ്ട്. ഇത് സിനിമയെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, സിനിമ ഓൾറെഡി വന്നല്ലേ. ആ ടെക്നിക്കൽ സൈഡാണ് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ നമ്മൾ. പിന്നെ എന്താ പറയുക, നമ്മൾ മിസ് ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകളെ. മണിച്ചേട്ടനെ കണ്ടപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ, സുകുമാരി ചേച്ചി, ക്യാപ്റ്റൻ രാജ് സാറ്, അങ്ങനെ എന്തോരം ആർട്ടിസ്റ്റുകളായിരുന്നു അതിൽ. അവരെ കണ്ടപ്പോൾ വീണ്ടും ഒരു സന്തോഷം തോന്നി സ്ക്രീനിൽ. ഇല്ല അങ്ങനെയൊന്നുമില്ല. എടാ ഇത് നമ്മളിങ്ങനെ ഓരോ ഐറ്റത്തിൽ ഇങ്ങനെ നിന്നങ്ങ് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. രാജമണി സാറിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആറാറുണ്ട്, വേറെ ലെവലാണ്. 2020 ഒക്കെ ചെയ്ത ഓർമ്മയില്ലേ, അതാണ് പൊളി. എല്ലാത്തിൻ്റെയും പഞ്ചിങ് മ്യൂസിക്കാണ്. ഞാൻ പണ്ടത് മിമിക്രിയിൽ ഞാൻ അനുകരിച്ചിട്ടുണ്ട് ഈ മ്യൂസിക്, ഈ സെയിം സാധനം. ഓക്കെ.
ബൈ സ്ക്രീൻ വീണ്ടും മാനത്തെ മണിത്തുമ്പോട്ടിലൊക്കെ ഇപ്പോഴും ട്രെൻഡിങ് ആണല്ലോ കല്യാണ വീഡിയോയിലൊക്കെ അല്ലേ അത് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫീല് എല്ലാം നടന്നു വരുന്ന ആ ഫീൽ അല്ലേ എല്ലാം നല്ല തന്നെയാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ട്രെൻഡിങ് ആണ് അതെ അതെ പാട്ടൊക്കെ അടിപൊളിയല്ലേ എല്ലാം ഗംഭീരം ഓക്കേടാ. ഞാൻ തിയേറ്ററിൽ ഈ പടം കണ്ടിട്ടില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയ പടമാണ്. അതൊരു 24 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4K റീമാസ്റ്റർ ചെയ്ത് ഡോൾബി അറ്റ്മോസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ മൂവി. പുതിയൊരു മൂവി കാണുന്ന അതേ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളെല്ലാവരും കണ്ടത്. കാരണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. മമ്മൂക്കാന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിൻ്റെ എല്ലാ റേഞ്ചും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പെർഫോമൻസ് ഡ്രിവൻ ആണെങ്കിലും ഇപ്പോൾ ക്രൗഡിനെ പുല്ല് ചെയ്യാൻ ഇത്രയും ഭയങ്കര നല്ലൊരു ആർട്ടിസ്റ്റ്. ലൈക്ക് ഞാനൊരു വലിയ മമ്മൂട്ടി ഫാനാണ്. സാറിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് പടങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഇതൊരു ഓണറായിട്ട് കരുതുന്നു. ബിക്കോസ് നമ്മളൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല 24 ഇയേഴ്സ് കഴിഞ്ഞ് ഇങ്ങനൊരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഇറ്റ്സ് ഒരു മൈൽ സ്റ്റോൺ പ്രോജക്റ്റ് ഫോർ മീ പേഴ്സണലി. വളരെ എക്സൈറ്റഡ് ആണ്. നല്ല റെസ്പോൺസാണ് പൊതുവെ എല്ലായിടത്തുനിന്നും വരുന്നത്. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് വെള്ളിയേട്ടൻ്റേതാവട്ടെ ഇനി വരുന്ന എല്ലാ ദിവസങ്ങളും. വലിയേട്ടൻ ആക്ച്വലി 4K നമ്മൾ കണ്ട മൂവി ആണെന്നുണ്ടെങ്കിലും 4K ഡോൾബി അറ്റ്മോസ് റീമാസ്റ്റർഡ് വേർഷനിലേക്ക് വരുമ്പോഴേക്കും കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്ലസ് ഇതൊരു ഫാൻ ഷോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡബിൾ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ നമുക്ക് മരിച്ചുപോയ NF വർഗീസ്, കലാഭവൻ മണി അവരുടെയൊക്കെ ഒന്നും കൂടി ബാക്ക് ടു തിയേറ്റേഴ്സ് കാണാൻ പറ്റിയ ഒരു ചാൻസും കൂടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ മാസ് ഡയലോഗ്സും ഫൈറ്റ് സീൻസ്, ഇട്ടിക്കട്ടപ്പന്മാരായിട്ടുള്ള ഫൈറ്റ് സീൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ആക്ഷൻ പാക്ഡ് മൂവിയാണ്. അത് നമുക്ക് നല്ലൊരു വിഷ്വൽ ക്വാളിറ്റിയിലും സൗണ്ട് ക്വാളിറ്റിയിലും അത് കാണാൻ പറ്റിയത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്.